സാക്ഷ്യമെല്ലാം എന്താണ്? അമ്മ ചുറ്റി നടന്ന് നിങ്ങളെ, അമ്മ ഇവിടെ അല്ലല്ലോ ഇരിക്കണേ, ഇവിടെ വരുന്നവർക്ക് ഇവിടെ, അല്ലാത്തവർക്ക് എവിടെയാണ് അവിടെ ഉള്ളത് അവിടെ ചെന്നിട്ടാണ് ഈ സാക്ഷ്യം ഉണ്ടാക്കുന്നത്. സുഗന്ധലേപനമായാലും ശരി, മഴവില്ലായാലും ശരി, അമ്മയുടെ പ്രത്യക്ഷീകരണമായാലും ശരി, സ്വപ്നമായാലും ശരി, സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരിയായിട്ട് ഈ പ്രത്യക്ഷീകരണ സന്ദേശം എവിടെയാണോ നിങ്ങൾക്ക് വിഷമമുള്ളത് ആ വെന്റിലേറ്ററിൽ പോലും അമ്മ നേരിട്ട് വരികയാണ്. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണ് ഇവിടെ പറയണത്. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ ജനകോടികൾക്കും ജന്മാന്തരങ്ങൾക്കും അതൊരു പ്രതീക്ഷയാണ് നൽകണം. പുതിയൊരു കാലത്തെ നീ ഏത് കെട്ടകാലത്താണ് നീ ജീവിക്കണമെന്നുണ്ടെങ്കിലും അമ്മ നിൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം നിന്നെ തോപ്പിക്കാൻ ഈ ജീവിതത്തിന് കഴിയത്തില്ല. ദൈവം ജയിക്കും, നീ ജയിക്കും, നിന്നിലൂടെ സുവിശേഷം മുന്നേറും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജീവിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജീവിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജീവിക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ തന്നെ സാക്ഷ്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കർത്താവ് ഒരു ഉടമ്പ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തെ പറയും, കർത്താവേ എന്നെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷി ആക്കണമേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ആദ്യം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് തന്നെയാണ്. ഉടമ്പ എടുക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ. പക്ഷെ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ കുറച്ച് പ്രശ്നമുണ്ട്. വല്ല കോഞ്ഞാട്ട സാക്ഷ്യമാണെങ്കിൽ ഞങ്ങൾ ഓടിച്ചിട്ട് വിടുന്നു. അപ്പോൾ നിങ്ങൾ ഉടനെ മസിൽ പിടിച്ചുകൊണ്ട് പറയും, ഞങ്ങൾ സാക്ഷ്യം പറയാൻ നേർച്ച നേർന്നതാണ്. നേർച്ച നേർന്നെങ്കിൽ അവിടെ പോയിരുന്ന് പറയാൻ പറയും, ഇവിടെ പറയിപ്പിക്കത്തില്ല. ആ സാക്ഷ്യം കറക്റ്റായിരിക്കണം. ചില ആൾക്കാർ ഇവിടെ വന്ന് ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഞങ്ങൾ നേർച്ച നേർന്നതല്ലേ, ഞങ്ങൾക്ക് പറയണ്ടേ, കടവല്ലേ, കടവൊക്കെയാണ്. പക്ഷേ ഈ സാക്ഷ്യം കൃപാസന ആൾത്താരയിൽ പറയാപ്പിക്കാൻ വേണ്ടി അത് സ്റ്റാൻഡേർഡ് ഇല്ല. അതാണ് പ്രശ്നം. അതിനാണ് ജീന സിസ്റ്ററിനെയൊക്കെ വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിയാണ്. സിസ്റ്ററിൻ്റെ അടുത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സിസ്റ്ററും കൊള്ളാം, ഈ അച്ഛനും കൊള്ളാം. അവർ സത്യസന്ധമായിട്ട് സുവിശേഷ വേല ഭയങ്കര തീക്ഷ്ണമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവരോട് പറയുമ്പോൾ തന്നെ അവർക്കറിയാം ഈ സാക്ഷ്യത്തിൻ്റെ വെയിറ്റേജ് എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അവർ നിങ്ങളോട് പറയും, ചേച്ചി കുറച്ചുകൂടി നല്ലൊരു സാക്ഷ്യം ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ സാക്ഷ്യത്തിൻ്റെ യഥാർത്ഥ കക്ഷികളെ ഒളിച്ച് കളിക്കുകയല്ലേ, അവരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കണത് ഈ 70 വയസ്സുള്ള ചേട്ടത്തിയാണ് വന്നിരിക്കുന്നത്. പേരക്കിടാവിൻ്റെ സാക്ഷ്യമാണ് ഈ പറയണത്. പേരക്കിടാവ് വീട്ടിലുണ്ടാകുകയെ വരത്തില്ല, അവൾക്ക് വരാൻ കുറച്ചിലാണ്. ഈ അമ്മമ്മ തള്ളയെ കൊണ്ടുപോകുന്നതാണ് ഈ സാക്ഷ്യം പറയിപ്പിക്കുന്നത്. അപ്പോൾ ഉടനെ അവർ പറയും, പേരക്കിടാവിനല്ലേ ആനുകൂല്യം കിട്ടിയിരിക്കണത്, അത് അസൈൻ ചെയ്യണം. ചേച്ചി പറഞ്ഞാൽ ആളെ നമ്മളാ തൊണ്ടി മുതലിനെ ഒന്ന് കാണിക്കണ്ടേ, തൊണ്ടി മുതൽ ഒളിച്ചിരിക്കണേ. കർത്താവിന് സാക്ഷ്യം പറയാൻ വേണ്ടി ലജ്ജിക്കരുത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി. മഹത്വം, മഹത്വം, മഹത്വം. 2 തിമോത്തിയോസ് 1:8. 2 തിമോത്തിയോസ് 1:8. നമ്മുടെ കർത്താവിന് നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. അതാണ് വിഷയം. കാര്യം കർത്താവ് തന്നെയും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നീ വീട്ടിൽ പോയി നിൻ്റെ ബന്ധുക്കളോട് പറയണം കർത്താവ് നിനക്ക് എന്താണ് ചെയ്ത് തന്നതെന്ന്. പിന്നെ ഈശോ പറയും, നീ ദെക്കാപ്പോലിസിൽ പോകണം, എന്നുവെച്ചാൽ സിറ്റി സ്റ്റേറ്റ് പട്ടണത്തിൽ പോയിട്ട് പറയണം കർത്താവ് നിനക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അവരോട് പറയണം. അപ്പോൾ സാക്ഷ്യം സ്വർഗീയമായ നിലപാടിൻ്റെ ഭാഗമാണ്, ദൈവികമായ നിയമമാണ് സാക്ഷ്യം പറയുക എന്നുള്ളത്. ലൂക്ക 8:38-39. ലൂക്ക 8-38 വാക്യം.
പിശാചുബാധയൊഴിഞ്ഞ പിശാചുബാധ ഒഴിഞ്ഞ ആ മനുഷ്യൻ അവന്റെ കൂടെ ആയിരിക്കാൻ ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ അനുവാദം ചോദിച്ചു. എന്നാൽ അവനെ തിരിച്ചയച്ചുകൊണ്ട് യേശു പറഞ്ഞു, നീ വീട്ടിലേക്ക് തിരിച്ചുപോയി ദൈവം നിനക്ക് ചെയ്തത് എന്തെന്ന് അറിയിക്കുക. അവൻ പോയി യേശു തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പട്ടണം മുഴുവൻ പ്രസിദ്ധമാക്കി. അവനോട് പറഞ്ഞത് വീട്ടിൽ പോയി പറയാനാണ് പറഞ്ഞത്. പക്ഷെ അവനെന്ത് ചെയ്തു? വീട്ടിലും പറഞ്ഞ് പട്ടണത്തിലും പറഞ്ഞു. അങ്ങനെയായിരിക്കണം സാക്ഷ്യം പോകേണ്ടത്. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് എന്തെന്നുള്ളത് ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് ആരെയാണ്? വീട്ടുകാരെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്. വീട്ടുകാരെ ബോധ്യപ്പെടുത്തുമ്പോൾ എന്ത് പറ്റും? അവർക്ക് വിശ്വാസം വർദ്ധിക്കും. വിശ്വാസം വർദ്ധിച്ചു കഴിഞ്ഞാൽ, ഇപ്പം റീന അടുത്തല്ലേ ഈ അനിത ടോമി പറയണത് എന്താണ്? എനിക്ക് ക്യാൻസറാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ബയോപ്സിക്ക് വിട്ടിരിക്കുകയാണ്, എനിക്ക് ഡിപ്രഷനാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ സൈക്കാട്രിനെ കാണാൻ പറഞ്ഞിരിക്കുകയാണെന്ന് പറയുമ്പോൾ റീന പറയുന്നത്, നീ ഒരു സൈക്കാട്രിനെയും കാണണ്ട, നിനക്കൊരു ഡിപ്രഷനും ഇല്ല. ആരാണ് തീരുമാനിക്കണത്? പ്രേക്ഷിത തീരുമാനിക്കും. അതാണ് അധികാരം, ആത്മീയ അധികാരമാണ്. കർത്താവിൻ്റെ നാമത്തിലാണ് അവർ ഇല്ലെന്ന് പറയണത്. ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.